വാർത്തകളിലേക്ക്. കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന സ്വപ്ന പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിലെ പ്രഖ്യാപനം. കേരളത്തെയാകെ ഒറ്റ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നാണ് ബജറ്റിലുള്ളത്. സംസ്ഥാനത്തെ തുറമുഖങ്ങളും ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങളും ബന്ധിപ്പിക്കുന്ന 400 കോടി രൂപ വകയിരുത്തിയ മിഷൻ സമുദ്ര പദ്ധതി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ എന്നിങ്ങനെ പ്രഖ്യാപിച്ച വൻ പദ്ധതികളെക്കുറിച്ച് എറണാകുളത്തുകാർക്ക് എന്താണ് പറയാനുണ്ടാവുക? ഇസത്ത് സുൽഫിക്കർ ജനങ്ങളോട് സംസാരിക്കുകയാണ്, അത് കേൾക്കാം. സംസ്ഥാന ബജറ്റിൽ കേരളത്തെ തുറമുഖ നഗരമാക്കാനാണ് പദ്ധതി. ഇത് കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. അന്ന് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ബജറ്റ് പ്രഖ്യാപിച്ചിട്ടല്ലേ ഉള്ളൂ, അത് നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ കൂടി അനുമതി വേണമല്ലോ. കേന്ദ്രം അങ്ങനെ പെട്ടെന്ന് കേരളത്തിന് നല്ല കാര്യത്തിന് എന്തെങ്കിലും ചെയ്ത പാരമ്പര്യമുണ്ടോ? കേരളത്തിന് അർഹതപ്പെട്ടതുപോലും കേന്ദ്രം പിടിച്ചു വെക്കണേണ്. മുഖച്ചായിന്നെ ഇവിടെ മാറി മാറി ഇപ്പൊ പണിയില്ല, തൊഴിലില്ലാണ്ടായി. കൊച്ചിൻ തുറമുഖം എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാം പോയി. ഇപ്പൊ കൊച്ചു തുറമുഖത്ത് എന്തെല്ലാം ഉണ്ടാ? അത്രയും വ്യവസായം നടന്നിരുന്ന ഒരു മേഖലയായിരുന്നത്. ഇന്നിപ്പോ കുത്തക മുതലാളിമാരെ കയ്യിലായി ഇതൊക്കെ. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും ഇവര്. മുഖച്ഛായ തന്നെ മാറ്റും, പക്ഷേ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഈ ടൂറിസ്റ്റ് ആ ഒരു മേഖലയിൽ ഭയങ്കര നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. നല്ല കാര്യമാണ്. കാരണം നമുക്ക് അതേപോലത്തെ ഒരു അന്തരീക്ഷം നല്ലതല്ലേ. അങ്ങനെയുള്ള അന്തരീക്ഷം നല്ലതാണല്ലോ. കാരണം കുറച്ചും കൂടി നമുക്ക് ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഇതുണ്ടാവും. പുറത്തുനിന്നുള്ള വരുമാനം കൂടും, നമുക്കും ഡെവലപ്മെന്റ് ഉണ്ടാവുമല്ലോ. കുറേ പേര് ജോലി കിട്ടും. എന്തുകൊണ്ടെന്ന് നമ്മുടെ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിനും ഇന്ധനത്തിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഇതിലൂടെ ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ വികസനം, മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ചരക്ക് ഗതാഗതം നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ അനുയോജ്യമായ ഒരു ഘടകമാണ്. കോസ്റ്റൽ റീജിയനിലൊക്കെ അങ്ങനെ ഒരു ടൂറിസം വകുപ്പ് വന്നതിനാൽ നല്ലൊരു ഇതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് വേസ്റ്റ് മാനേജ് കാര്യം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്താണ് വന്നത്. അപ്പോൾ അവിടെ വേസ്റ്റ് മാനേജ് ഭയങ്കര ഷോവാണ്. അപ്പോൾ ആ രീതിയും കൂടി നോക്കണമെങ്കിൽ നല്ലതായിരിക്കും. തുറമുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നല്ലതല്ലേ, ഇവിടെ നമുക്ക് പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു സ്ഥലമല്ലേ, അപ്പം കുറച്ചും കൂടി നല്ലതാണ്, ബെറ്റർ ആയിരിക്കും. പദ്ധതി പ്രഖ്യാപിക്കുകയല്ല, അത് നടപ്പിലാക്കുക എന്നതാണ് പ്രധാനം. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഭിജിത്തിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.